എല്ലാവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി യേശു നമുക്ക് തന്നില്ലേ? റോമാലേഖനം 4-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസം അത് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസത്തിൽ ഒന്ന് തന്നെയായിരുന്നു. തൻ്റെ പ്രായത്തെ അവഗണിച്ചുകൊണ്ട്, സാഹചര്യത്തെ മുഴുവനും അവഗണിച്ചുകൊണ്ട് ദൈവശബ്ദത്തിന് വില കൊടുത്തവനാണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നക്ഷത്രങ്ങളെ പോലെയാക്കും, എണ്ണാൻ കഴിയില്ല, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, കടൽ തീരത്തെ മണ്ണ് പോലെയാക്കും. കടൽ തീരത്തെ മണ്ണ് ആർക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. അതൊരു കയ്യിലെടുത്ത പോലും അത് എണ്ണാൻ ബുദ്ധിമുട്ടാണ്. ഒരു കൈക്കുള്ളിൽ എടുക്കുന്ന മണ്ണ് പോലും എണ്ണാൻ കഴിയില്ല. അത്രയും ചെറുതാണ് കടൽ തീരത്തെ മണ്ണ്. 2, അത് വളരെയധികമാണ്. അപ്പോൾ കടൽ തീരത്തെ മണ്ണ് എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. അതുപോലെ ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവത്തിനത് മാറ്റാൻ കഴിയില്ല. സർവശക്തനായ ദൈവം അത് ചെയ്യും. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാൻ ദൈവം മനുഷ്യനല്ല. ബൈബിളിൽ നമ്മളത് കാണുന്നു. വ്യാജം പറയാൻ ഞാൻ മനുഷ്യനല്ലെന്ന്. മനുഷ്യൻ വ്യാജം പറയും. ദൈവം പറഞ്ഞാൽ ആകാശവും ഭൂമിയും മാറിയാലും ആ വചനങ്ങൾക്ക് മാറ്റമില്ല. നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകില്ല. അതാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവങ്കിലേക്ക് എന്ന് പറഞ്ഞ മുകളിലോട്ടല്ല. നമ്മുടെ വീട്ടിലെ വേദപുസ്തകം താഴോട്ട് നോക്കണം. നമ്മുടെ കയ്യിലുള്ള വേദപുസ്തകത്തിലേക്ക് നോക്കുന്നവർ, വചനം ദൈവമാണ്. ആ ദൈവത്തിലേക്ക് നോക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകില്ല. ഇന്ന് നമ്മൾ റോമാലേഖനം 4:20 മുതൽ വായിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആര്? അബ്രഹാം. അവിശ്വാസത്താൽ സംശയിക്കാതെ. നമുക്ക് വരുന്ന അവിശ്വാസങ്ങൾ വലിയ സംശയങ്ങൾ നമുക്ക് കൊണ്ടുവരും. പലരും വലിയ വിശ്വാസം പറയുമെങ്കിലും ഒത്തിരി സംശയം അവർക്കുണ്ടാകും. വിശ്വാസം പറയുന്ന പലരും ദൈവത്തെക്കാൾ മനുഷ്യരെ വിശ്വസിക്കാൻ അവർ തയ്യാറാകാറുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ കേട്ടതാ, ഒരിക്കലൊരു പാസ്റ്റർ, എന്നെ പോലൊരു പാസ്റ്റർ, യേശുവിനെക്കുറിച്ചും വലിയ വിശ്വാസം പറയുന്ന, ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു പാസ്റ്റർ, അദ്ദേഹം ഒരിക്കലൊരു വലിയ മലയിൽ പോയി, കാശ്മീരിൽ എന്നിരിക്കട്ടെ. അങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ എങ്ങനെയോ കാല് തെറ്റി വലിയ ഒരു ഗർത്തത്തിലോട്ട് താഴോട്ട് പോവുകയാണ്. പെട്ടെന്നൊരു മരക്കൊമ്പയിൽ കൈ പിടിച്ചു. ഒരു കമ്പിൽ പിടിക്കാൻ അവസരം കിട്ടി. അതിൽ തൂങ്ങിക്കിടക്കുകയാണ്. അയ്യോ, താഴോട്ട് നോക്കുമ്പോൾ 3000 അടി താഴ്ചയാണ്. ഏകദേശം 1000 അടി താഴ്ചയിലോട്ട് പോന്നതാണ്. അപ്പോഴാണ് ഒരു കൊമ്പ് കിട്ടിയത്. അവിടെ കിടക്കുമ്പോൾ, ദൈവമേ എന്നെ രക്ഷിക്കണേ കർത്താവേ. അപ്പോൾ ഒരു സ്വരം കേട്ടു. ഈ ഇദ്ദേഹം തന്നെ ചോദിച്ചു, അതാരാണ് ഈ പറയുന്നത്, ആരാണ്? അപ്പോൾ ആ ശബ്ദം പറഞ്ഞു, ഞാൻ ദൈവമാണ്, നീ ധൈര്യമായിട്ട് താഴോട്ട് ചാടൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നാ പറയുന്നേ, ദൈവമല്ലാതെ താഴെ ആരുമില്ലേ? കാരണം എന്താണ്? താഴോട്ട് ചാടാൻ ദൈവമല്ലാതെ വേറെ ആരുമില്ലേ? ദൈവമുണ്ടെങ്കിൽ മാത്രം പോരാ, നമുക്ക് വേറെ ആരെങ്കിലുമൊക്കെ വേണം. ദൈവം ധൈര്യമായിട്ട് ചാടാൻ പറഞ്ഞതാണ്, പുള്ളിക്കത് പോരാ. ഇതാണ് നമ്മുടെ അവസ്ഥ. പത്രോസ് തന്നെ പറഞ്ഞു,
അത് നീയാണെങ്കിൽ എനിക്കും കടലിൻ്റെ മീതെ നടക്കണം. കർത്താവ് പറഞ്ഞു വരിക. വേറെ ആരും ഇറങ്ങിയില്ലല്ലോ. 11 പേര് അതിനകത്തില്ലായിരുന്നോ? മാറിൽ ചാരി യോഹന്നാനൊക്കെ ആ വള്ളത്തിലില്ലായിരുന്നോ? എന്തുകൊണ്ടാ ഇറങ്ങാഞ്ഞത്? പത്രോസിന് ആ സമയത്ത് വരിക എന്ന വാക്കിനകത്ത് ഒരു നിയോഗം കിട്ടി. വരിക എന്ന ശബ്ദം എല്ലാവരും കേട്ടതാണ്. എന്നാൽ അതൊരു നിയോഗമായ റീമ വേർഡായി വിശ്വാസമായി പരിണമിച്ചത് പത്രോസിലാണ്. ശരിയായ വിശ്വാസം നമ്മുടെ അകത്ത് വരുമ്പോഴാണ് വലിയ ചുവടുകൾ വയ്ക്കാൻ കഴിയുന്നത്. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുവാൻ യോശുവ യോർദാനിൽ ആ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ നിർത്തിയതുപോലെ നമുക്കും ഒത്തിരി പേരെ ആരും നിൽക്കാത്ത ഇടത്ത് നിർത്തുവാനുണ്ട്. യോശുവ പറഞ്ഞു, ഇവിടെ എനിക്ക് ഉറപ്പാണ് അവർ മാത്രമല്ല നിന്നത്, യോശുവയിൽ നിന്ന് കാണും. അങ്ങനെ യോശുവ ആ പെട്ടകം ചുമക്കുന്നവരോട് പറഞ്ഞു, അവിടെ ഉറച്ചു നിന്നോ, നിങ്ങളെ കാലിൻ്റെ അടിയിലൊരു മൺതരി പോലും ഒഴുകിപ്പോകില്ല, നിങ്ങൾക്കൊരു കേടും വരില്ല. കാരണം നിങ്ങൾ ചുമക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പെട്ടകമാണ്, വെള്ളത്തെ നിർമ്മിച്ചവൻ്റെ പെട്ടകമാണ്. അവസാനത്തെ ആളും കടന്നു തീരുവോളം 30 ലക്ഷത്തിലധികം പേർ കടന്നു തീരും വരെ ഈ പുരോഹിതന്മാർ യോർദാനിൽ ഉറച്ചു നിന്ന്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും അക്കരെ കടക്കുവോളം, നന്മയിലേക്ക് കടക്കുവോളം, അനുഗ്രഹത്തിലേക്ക് കടക്കുവോളം, രക്ഷിക്കപ്പെടുവോളം ഉറച്ചു നിൽക്കാനുള്ള ഒരു ദൈവകൃപ ദൈവം നമുക്ക് നൽകി തരും. ഇത് അബ്രഹാം വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ ദൈവത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം, എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതായത് ദൈവത്തിന് മഹത്വം കിട്ടണമെങ്കിൽ ഒട്ടും സംശയിക്കരുത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. 21 അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായും ഉറച്ചു. നമുക്കൊരു ഉറപ്പുണ്ട്, പൂർണ്ണമായും. പല ദൈവമക്കളുടെയും വീടുകളിലുള്ള ഒരു സംസാരമുണ്ട്, കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞ് നിൽക്കാതെ നിങ്ങൾ ജോലിക്ക് എന്തെങ്കിലും പൊയ്ക്കൊള്ളണം. കാരണം കർത്താവിൻ്റെ വേല പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ പലരും കർത്താവിൻ്റെ വേലക്കിറങ്ങിയ കാലത്ത് ആ വേലക്കിറങ്ങിയവരോട് അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ബാക്കിയുള്ളവരും പറഞ്ഞതാണ്, പാസ്റ്റർക്ക് വിശ്വാസമുണ്ട്, പാസ്റ്റർ ഇങ്ങനെ ഇടിച്ച് കയറിപ്പോയിക്കോളും, നിങ്ങളുടെ കാര്യം പോക്കാണ്, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് പോകണം. അത് കേട്ട് പിന്മാറിയവർ അവർ പിന്മാറിപ്പോയി, നിന്നവർ അവർക്ക് അവരുടെ ജീവിതം കെട്ടിപ്പണിയാൻ കഴിഞ്ഞു. വിശ്വാസത്താൽ നിന്നവർ അവരുടെ ജീവിതത്തെ പണിതെടുത്തു. അല്ലാത്തവർക്ക്, വിശ്വാസമില്ലാതെ പോയവർക്ക് ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിഞ്ഞില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് യോർദാനിൽ ഉറച്ചു നിൽക്കാൻ കഴിയൂ, അങ്ങനെയുള്ളവർക്ക് യെരിഹോവിൻ്റെ മുമ്പിൽ ആർപ്പിടാൻ കഴിയൂ, അങ്ങനെയുള്ളവർക്ക് ചെങ്കടലിന്റെ മുമ്പിൽ വടി നീട്ടാൻ കഴിയൂ, അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു എന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടാകും. വിശ്വാസത്താൽ ഉറച്ചു നിൽക്കുന്നവർ. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ആ ഉറച്ചു കഴിഞ്ഞപ്പോൾ 22-ാം വാക്യം, അതുകൊണ്ട് ദൈവം അവനെ അത് നീതിയായി കണക്കിട്ടു. ദൈവത്തിലുള്ള വലിയ ഉറപ്പ്, വിശ്വാസം. ഇല്ല, ദൈവം എന്നെ നടത്തും, ദൈവം എൻ്റെ കാര്യം നോക്കും. ദൈവത്തെ വിശ്വാസം കൂടാതെ പിടിച്ച് കുലുക്കാൻ കഴിയില്ല. ദൈവത്തെ കുലുക്കിയിട്ടുള്ളതെല്ലാം വിശ്വാസമാണ്. ശതാധിപന്റെ വിശ്വാസം കർത്താവ് അതിശയിച്ചു. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല.
ആ സുറഫോനിയക്കാരി സ്ത്രീ, അവളുടെ വിശ്വാസം, സ്ത്രീ നിന്റെ വിശ്വാസം വലിയത്, പൊയ്ക്കൊള്ളുക, ഈ നാഴികയിൽ നിന്റെ മകൾക്ക് സൗഖ്യം വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ശതാധിപൻ പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ പോലും വരണ്ട, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇവര് രണ്ടുപേരും വിശ്വാസികളല്ലായിരുന്നു, വിശ്വാസ കുടുംബത്തിലുള്ളവരല്ല. എന്നാൽ ഇസ്രായേലിനേക്കാൾ വലിയ വിശ്വാസം അവർക്കുണ്ടായി. അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ളവരാണ്. ഇസ്രായേലിൽ പോലും വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഇസ്രായേലിലാണ് വിശ്വാസം കാണേണ്ടത്. കാരണം അവർ അബ്രഹാമിന്റെ സന്തതികളാണ്, വിശ്വസിക്കേണ്ടവരാണവർ. അവരുടെ വിളി അതാണ്, അവരുടെ കവനന്റ് അതാണ്. ഇന്നിത് കേൾക്കുന്ന ഓരോ ദൈവമക്കളും അറിയണം, നമ്മുടെ വിളി അതാണ്, വിശ്വസിക്കാനുള്ള വിളിയാണ്. അതുകൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സഭ പഠിക്കുന്നത്. അവിടെ വായിക്കുന്നു, അതുകൊണ്ട് ദൈവം അത് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ തന്നെ. കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം എന്നെയും ഉയർപ്പിക്കും, എന്നെയും ജീവിപ്പിക്കും. എനിക്കൊരു നിത്യതയുണ്ട്, എനിക്കിനി മരിക്കാൻ കഴിയില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എനിക്കിനി നിദ്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ മേഖലകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഈ ഒരു വിശ്വാസം, അബ്രഹാമിൻ്റെ വിശ്വാസം. ഇത് കേൾക്കുന്ന പലരും വിശ്വാസം കൊണ്ട് നിങ്ങളുടെ വീടിനെ പണിയണം, വിശ്വാസം കൊണ്ട് നിങ്ങളുടെ ഭാവിയെ കെട്ടിപ്പണിയണം. കർത്താവ് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവവചനം കേട്ട് 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 വചനം വായിച്ചു വായിച്ച് പ്രാർത്ഥനയിൽ അത് കൺഫസ് ചെയ്ത് വിശ്വാസത്തിൻ്റെ ഈ സീസണിൻ്റെ ഏറ്റവും ശക്തിയുള്ള ആയുധമായി ഇവരെ മാറ്റണമേ. ഏത് വിഷയത്തെയും വിശ്വാസം കൊണ്ട് അതിജീവിക്കുവാൻ, ശക്തിപ്പെടാൻ, വിശ്വാസം കൊണ്ട് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ഈ മക്കൾക്ക് കൃപയുണ്ടാകട്ടെ. ഈ വീടുകൾ ഉയർന്നു വരട്ടെ, അഭിവൃദ്ധിപ്പെടട്ടെ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളോടുകൂടി ഇരിക്കും. വലിയ നന്മകൾ കാണാൻ യേശു സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമം.